അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം രാത്രി എത്ര മണിയായിട്ടുണ്ട്? 1 മണി 12:15 അത്ര ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം എവിടെ പോവാണ്? ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ ഇത് മിഡ് നൈറ്റിൽ ചായ കുടിക്കാൻ പോകുന്ന ഒരു വ്ളോഗ്, അങ്ങനെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം. പോയി വണ്ടിയിൽ കയറട്ടെ. ഓക്കെ, ഇതാണ് ഞങ്ങളെ കൂടാവുന്ന ചെറുക്കൻ. എന്നാക്കി ഇരുന്നോ, ചായ പറഞ്ഞു. കടയിലെത്തിയിട്ടുണ്ട്. 4 ചായ പറഞ്ഞിട്ടുണ്ട്. 3 ലൈറ്റ് ചായക്കടയിൽ വന്നൊരു മോർണിംഗ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള സെയിം കടയിൽ തന്നെ നമ്മൾ വന്നേക്കുന്ന. അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്നുകൂടി കയറി കണ്ടാൽ മതി. നമ്മൾ ലിങ്ക് ടാഗ് ചെയ്തേക്കും. നല്ല നീളമുള്ള സാധനം ഇന്നിവിടെ ഇല്ല തിന്നാൻ. ഇതിന് സ്നാക്സ് എല്ലാം ഇവിടെ ഓൾമോസ്റ്റ് തീർന്ന്. ഇനി അതെ, രാത്രി 1 മണിയായി. അതുകൊണ്ട് ചായയും കുടിച്ചിട്ട് ജസ്റ്റ് നൈറ്റ് വൈബ്. വീട് നിറച്ച് വീഡിയോ എടുക്കുന്നവരായോട്ട് രോദന. ഞങ്ങള് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ? മൈലാഞ്ചി കാണിച്ചോ? ഞങ്ങള് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ട്. ഞങ്ങളെ ഇടാത്ത എന്താണ് പറയാനെന്തോ? രാത്രി ചായ കുടിക്കാൻ പോകുന്നു, ചായ കുടിക്കുന്നു, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പാതിരാത്രി ചായ കുടിക്കാൻ ഇറങ്ങിയ ആ ഒരു ത്വരയ്ക്ക് പിന്നിലുള്ള റീസൺ അത് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ചായ എപ്പോ കുടിക്കാൻ തോന്നുന്നു അപ്പൊ ചായ കുടിക്കുക, അതാണ്. പാതിരാത്രി എന്നൊന്നുമില്ല. എവിടെയെങ്കിലും ചായ കട കണ്ട അന്നേരം കയറാ ചായ കുടിക്കുക. ഇല്ലാത്ത സമയം നോക്കി നിശ ചായക്കകത്ത് ഈ പൊടി കലക്കുവാണ്. ഗൈസ് തോന്നുന്നത് ഇതാണ് ഐറ്റം. ഇത് കലക്കിയാണ് നിശാല കുടിക്കുന്നത്. അപ്പൊ സൗദിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് റെയ്റ്റിഹാദ് റെയിലിൽ പോണ ആൾക്കാരില്ലേ, അവിടെ ഇറങ്ങുമ്പോ ഉണ്ടല്ലോ വിസയൊന്നും ഇല്ലാതെ അവിടെ ചെല്ലുന്നവര്. അങ്ങനെ സൗദി വേറെ കൺട്രി അല്ലേ? എന്റെ പൊന്നോ, ഭയങ്കര ബുദ്ധിയാ എല്ലാത്തിനും. വിസ എടുത്താലേ അവിടെ പോകാൻ പറ്റത്തോളൂ. അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അവര് പിടിച്ചോണ്ട് പോകും. അങ്ങനെ എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കിടക്കും ഇങ്ങനെ. എന്നിട്ട് ഇത്തിഹാദ് റെയിൽ തിരിച്ചു വരുമ്പോ കേറി വരാം. അവള് ഹോട്ടലിലേക്ക് പോണ്ട, ചെലവത്തായിരിക്കും ആദ്യം ഇരിക്കുന്നത്. അവക്കാടിന്റെ പശുനൊക്കെ വെക്കറിയോ? നിനക്കറിയോ? നീ ആട്ടുകുട്ടിയുടെ അവളൊരു 10 വെച്ചോണ്ടിരിക്കുന്നില്ലേ? ഗൈസ്, ഇവര് ചായ മേടിച്ചു എന്നിട്ട് തന്ത്രപരമായിട്ട് എന്നോട് പറയാ പൈസ കൊടുക്കാൻ. ഞാൻ തന്ത്രപരമായിട്ട് കാർഡ് എടുക്കാതെ വന്നോണ്ട് ഞാൻ മുങ്ങി. നമ്മള് ചായ കുടിച്ചിട്ട് നേരെ നമ്മളൊരു കോർണിഷിൽ വന്നിട്ടുണ്ട്. ഇത് കോർണിഷാണോ പാർക്കാണോ? കോർണിഷ് ബീച്ച്. ഇതിന്റെ സൈഡിൽ തന്നെ ബീച്ചും ഉണ്ട്. ഓക്കെ. സമയം 12:59. 1 മണിയാവാറായി. 1 മണിയാവാൻ 1 മിനിറ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഉറക്കമില്ലേന്ന്. ഉച്ചക്ക് ഞങ്ങൾ പോത്തുപോലെ കിടന്നുറങ്ങി. അതെ, അതുകൊണ്ട് എനിക്ക് പനിയായിരുന്നു. അപ്പൊ ഞാൻ ആക്റ്റീവ് അല്ലാത്തോണ്ട് ഇവരെല്ലാം കിടന്നുറങ്ങി. അതെ, ഇല്ലെങ്കിൽ നമ്മൾ വേറെ പല സ്ഥലത്തും ഇന്ന് പോകേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഏരിയ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി നമുക്ക് ഈവനിങ്ങിലും നൈറ്റിലും നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാം. ഞാൻ കളിക്കും, പക്ഷെ അവരുടെ അടുത്ത് എണീറ്റ് പോകാൻ പറയുന്നത്. അവിടെ ഇരിക്കുന്നത് അയ്യ, അവര് കാണുമില്ലേ? പക്ഷെ വൈകിട്ട് വരണമെന്ന് തീരെ വിചാരിച്ചതല്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ 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 വന്നപ്പോ അങ്ങ് വന്നു. അത്രയോ ഉള്ളു. നൈറ്റില് വണ്ടികളുടെ ഒക്കെ ആ ഭംഗി കാണാം. നമ്മള് വീഡിയോയില് ജസ്റ്റ് അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യും. റോഡിന് അടുക്കോട്ട് ഇറങ്ങിയില്ലേ? വണ്ടിയുടെ ഭംഗിയാണോ രാത്രി? അല്ല, ഇത് അതിന്റെ ആ ഒരു എൻഡിലൂടെ നമുക്ക് വാക്കിംഗ് പാത്തൊക്കെ വരുന്നു.
അപ്പൊ നല്ല റോഡിന്റെ നടുക്കൂടെ അല്ല റോഡിന്റെ സൈഡ് ലൈറ്റ് ഉണ്ട് അവിടെ, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടായിരുന്നോ? അത് കണ്ട് പാത്ത്. ഇതാണ് ഞങ്ങൾ ഡ്രൈവർസ് പൾബർ ആരാന്ന് തോന്നുന്നു പറയുന്നത്. ഇതാണ് ഈദായാല് അബുദാബിയുടെ ഭംഗി എന്ന് പറയുന്നത്. ായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്നതാണ് കോർണിഷ്. പിന്നെ കടലിനകത്ത് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇപ്പൊ സ്റ്റെപ്പ് ഉണ്ട് നോക്കി ഇറങ്ങണേ. ഒരു ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? നത്തിങ്. വീഡിയോയില് വീട്ടിലിരിക്കാതെ അവധി ദിവസം പുറത്തു പോവുക, സ്ഥലം കാണുക, എൻജോയ് ചെയ്യുക. വി ഹാവ് ഓൺലി വൺ ലൈഫ്. ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ഒരമണിക്കൂറിനകത്ത് വെച്ചിട്ട് തിരിച്ചു പോവുമായിരിക്കും. ഇവിടെ അങ്ങനെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. വന്നിരിക്കാൻ പറ്റിയ ഭയങ്കര കാമായിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലേസ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. വീട്ടിൽ പോണം, ഇനി കിടന്ന് ഉറങ്ങണം. രാവിലെ എന്തിനാ എഴുന്നേക്കുന്നത്? ഞാൻ കിടന്നുറങ്ങും. എനിക്ക് പനിയായിരുന്നു. എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കാൻ പറഞ്ഞ ഡോക്ടർ. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയായതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.